തീര ഭൂസംരക്ഷണ വേദിയുടെ നേതൃത്വത്തിലാണ് മത്സ്യത്തൊഴിലാളി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ തീരപ്രദേശം മുഴുവൻ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെയും തീരദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെയും ജീവിതം ദുസ്സഹപൂർണമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിലധികമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ 4 വർഷത്തിനിടയിൽ നിയമസഭയിൽ കൊണ്ടുവന്ന വിഷയം, ഒന്ന് തീരപ്രദേശത്തെ വിഷയവും 2 മലയോരത്തെ വിഷയമാണ്. അല്ല, തീരപ്രദേശത്തെ വിഷയം നിരവധി പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരികയുണ്ടായി. നിങ്ങളെല്ലാം, നിങ്ങളുടെ ഭാരവാഹികളായിരിക്കുന്നവരെല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് പരിഹാരത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. തീരദേശം കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പോയി കാണുന്ന ഒരു വീട് ഈ മൺസൂൺ പൂർത്തിയായി കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, അടുത്ത മൺസൂണിൽ തീരെ ഉണ്ടാവില്ല. കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആഗോള പ്രതിഭാസം എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൻ്റെ തീരപ്രദേശം വളരെ പ്രക്ഷുബ്ധമാണ്. കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ബാക്ക് വാട്ടർ ഉണ്ട്, കുറേ അകലെയായിരുന്നു. അപ്പോൾ ബാക്ക് വാട്ടറും കടലിൽ തമ്മിലുള്ള അകലം കുറഞ്ഞു പറയുക. എനിക്ക് ഈ മുതലപ്പുഴയിലൊക്കെ പോയപ്പോൾ പേടിയായി. കാരണം 2-3 കൊല്ലം നിൽക്കുള്ളെന്ന് തോന്നുന്നു ഈ കടലും ബാക്ക് വാട്ടറും തമ്മിൽ സന്ധിക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഒരുപാട് ദുരിതങ്ങളാണ്. ഇപ്പോൾ സുനാമിയുടെ കാലം മുതൽ തന്നെ ഈ പ്രശ്നമുണ്ട്. പിന്നീട് ഉള്ള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങൾ. ഇപ്പോൾ തീരപ്രദേശത്ത് മാത്രമല്ല, ഉൾനാടൻ ജലാശയങ്ങളുടെ തീരത്തും വെള്ളപ്പൊക്കമാണ്. പണ്ട് നമ്മൾ വൃശ്ചികപ്പൊക്കം എന്ന് പറയും, ഇപ്പോൾ വൃശ്ചികപ്പൊക്കമല്ല, എല്ലാ മാസം പൊക്കമാണ്. പണ്ട് വൃശ്ചികത്തിൽ മാത്രമുണ്ട്, എല്ലാ വീടുകളിലും വെള്ളമാണ്, റോഡിൽ വരെ വെള്ളം കയറുകയാണ്. കിലോമീറ്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം വരികയാണ്. പിന്നെ ഒരു വർഷത്തിൽ 200 ദിവസം വാണിങ്ങാണ്, ഇല്ലേ? 200 ദിവസം, ഒരു 165 കഷ്ടി 175 ദിവസമുള്ള പോകാൻ പറ്റുള്ളൂ. 200 ദിവസത്തോളം വാണിങ്ങാണ്, കടലിൽ പോകാൻ പറ്റില്ല. എങ്ങനെയും ജീവിക്കണം, മനുഷ്യനെങ്ങനെ ജീവിക്കുന്നത്? സാധാരണ മൺസൂണിൽ മാത്രമുള്ള മുന്നറിയിപ്പ് 200 ദിവസത്തേക്കായിട്ട് ഒരു വർഷത്തിൽ കൊടുത്തിരിക്കുകയാണ്. മണ്ണെണ്ണയുടെ വില എന്താണ്? 40 രൂപ തൊട്ട് 50 രൂപ വരെ മണ്ണെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് 25 രൂപ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി കൊടുത്തു. ഇപ്പോൾ 40-50 രൂപയിൽ നിന്ന് 140 രൂപയാണ്. ബ്ലാക്കിൽ 140 അല്ലേ? 140 രൂപയായി വർദ്ധിച്ചപ്പോഴും മണ്ണെണ്ണയുടെ സബ്സിഡി പഴയ 40 രൂപ ഉണ്ടായിരുന്നപ്പോൾ 25 രൂപയായിട്ട് നിൽക്കുവാണ്. 1 രൂപ പോലും മണ്ണെണ്ണ സബ്സിഡി വർദ്ധിച്ചിട്ടില്ല. 3, കടലിലെ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞു. ഒരു ഉറപ്പില്ല പോയാൽ ഉണ്ടോ? ഒരു ഉറപ്പില്ല പോയാൽ കടം മേടിച്ചിട്ടാണ് പോണത്. കാരണം ഒരു ദിവസം രാവും പകലും നിൽക്കണമെങ്കിൽ 10-12,000 ലിറ്റർ ഡീസൽ വേണം, 12,000 രൂപയുടെ ഡീസൽ വേണം. ഈ 12,000 രൂപ കടം മേടിച്ചിട്ടാണ് പോകണത് വട്ടിപ്പലിശക്കാരൻ്റെ. അപ്പോൾ അത് കൊടുക്കാനുള്ള പൈസ പോലും തിരിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല. പോയാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ്. മത്സ്യലഭ്യത ഏകദേശം 1,10,000 ടണ്ണാണ് കുറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം. മത്സ്യലഭ്യത ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൻ്റെ മീതെയാണ് ഈ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ. ഇപ്പോൾ മുതലപ്പുഴയിൽ 73 പേരായി മരിച്ചു. നമ്മൾ നിരവധി പ്രാവശ്യം മുതലപ്പുഴ എത്ര പ്രാവശ്യം നമ്മൾ നിയമസഭയിൽ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കി. മനുഷ്യജീവനല്ലേ? ഞാൻ പോകുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ മകൻ വീണ്ടും പോവുകയാണ്. കാരണം വേറെ നിവർത്തിയില്ല, പോവാൻ അപകടമാണെന്ന് അറിയാം. അപ്പം മരിച്ചു, എന്നിട്ട് മകൻ പോവുകയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. അപ്പം മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേറെ നിവർത്തിയില്ല, പോവുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അവിടെ നിന്ന് ആ മണ്ണ് നീക്കം ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കരമായ ബഹളം ഉണ്ടാക്കിയ കേസാണ് മുതലപ്പുഴയുടെ കേസ്. എന്നോട് അവസാനം മന്ത്രി പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ മോശയുടെ വടിയൊന്നുമില്ല, കടലെ വഴിമാറി പോകാൻ പറയാമെന്ന്. മന്ത്രിയുടെ മറുപടി ബൈബിളാണ് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ബൈബിളിൽ നിന്ന് തന്നെ ഒരു മറുപടി കൊടുത്തു. മന്ത്രിയുടെ കയ്യിൽ വേണ്ടത് മോശയുടെ വടിയല്ല, ശലോമോൻ്റെ പ്രാർത്ഥനയാണ്. എന്താണ്? നിന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം വേണം എന്നുള്ള പ്രാർത്ഥനയാണ് ഭരണാധികാരിക്ക് വേണ്ടതെന്ന് അപ്പം തന്നെ കൊടുത്തു പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ബൈബിൾ പറയില്ല എന്ന് പറഞ്ഞു.
ആ പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ 6 മാസം മുമ്പേ ആ വിഷയം തീർക്കായിരുന്നു. കാരണം തീരപ്രദേശത്തെ 73 മനുഷ്യ ജീവനുകളാണ് അവിടെ പോയത്. ഇപ്പോഴും അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബോട്ടുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടിയില്ല. പഠനമാണ്. പഠിച്ച് നമ്മൾ എവിടെ എത്തിയെന്നാണ് ഇപ്പോൾ പിടികിട്ടാത്തത്. ഈ പഠന റിപ്പോർട്ട് തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അവഗണനയാണ്. പിന്നെ 2000 കോടി രൂപയുടെ പാക്കേജ്, 5000 കോടിയുടെ പാക്കേജ്, എല്ലാം കൂടി ഇപ്പോൾ ഒരു 12000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞങ്ങൾ MLA മാരെ കൊണ്ട് ചോദിപ്പിക്കും, എത്ര രൂപ ചിലവാക്കി? എല്ലാ ബജറ്റിലും ഉണ്ടാവും 1000 കോടി പാക്കേജ്, 2000 കോടിയുടെ പാക്കേജ്, 5000. ചിലവാക്കിയത് എത്രയെന്നറിയാം? വട്ടപൂജ്യം. ഒന്നും ചിലവാക്കിയില്ല. പാക്കേജ് വർത്തമാനം മാത്രമേ ഉള്ളൂ, അലോക്കേഷൻ ഇല്ല, പൈസയുടെ അലോക്കേഷൻ ഇല്ല. ഇപ്പോൾ 195 രാജ്യങ്ങളുടെ IPC റിപ്പോർട്ടുണ്ട്, ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഞങ്ങളത് നിയമസഭയിൽ കൊണ്ടുവന്നു. അതിനുള്ള നാസ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടിയുണ്ട്. എന്നെ എല്ലാവരും കളിയാക്കി. IPC റിപ്പോർട്ടും നാസ റിപ്പോർട്ടൊക്കെയാണ് കേരള നിയമസഭയിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. ലോകത്തിലൊരു നിയമസഭയും ഒരു പാർലമെൻറ്റും ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ കൊണ്ടുവരാൻ കാര്യം എന്താ പറയുക, ആ റിപ്പോർട്ടിൽ ഗൗരവതരമായ ഒരു പഠനമുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന എന്താ, അവർക്കൊക്കെ അറിയാം, ബംഗാൾ ഉൾക്കടലാണ് പ്രക്ഷുബ്ധം. ആന്ധ്ര അല്ലേ, പിന്നെ ഒറീസ, ആസാം തുടങ്ങിയ ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലാണ് സമ്മർദ്ദം. എപ്പോഴും ചുഴലിക്കൊടുങ്കാറ്റ് അല്ലേ, എപ്പോഴും വെള്ളപ്പൊക്കം. ഇവിടെ നിന്ന് ആളുകൾ നൊമാഡ്സിനെ പോലെ ആളുകൾ ഇങ്ങനെ വരും, എന്നിട്ട് കുടിലൊക്കെ കെട്ടി താമസിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. എന്നിട്ട് കാടൊക്കെ ഇട്ട് വീടുകളിൽ വരും ഭിക്ഷയായിട്ട്. മനുഷ്യനവിടെ വെള്ളപ്പൊക്കം, ചുഴലിക്കൊടുങ്കാറ്റും ഒളിപ്പിച്ചു വിട്ട ആളുകളാണ്. ഇപ്പോൾ പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന പ്രശ്നം അറബിക്കടലിൽ ശാന്തമായിരുന്നു, ഇനി അറബിക്കടൽ പ്രക്ഷുബ്ധമാണ് എന്നാണ് IPC റിപ്പോർട്ട്. അതായത് ഇവിടുന്ന് കന്യാകുമാരി മുതൽ ബോംബെ, മഹാരാഷ്ട്രയുടെ തീരം വരെയുള്ള പ്രദേശം ഇനി പ്രക്ഷുബ്ധമാണ്. എപ്പോഴും ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാം, എപ്പോഴും ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവാം, മേഘവിസ്ഫോടനം ഉണ്ടാവാം, അതിതീവ്ര മഴ ഏത് സമയത്തുണ്ടാകാം, തീരം കടലെടുക്കുന്ന പ്രതിഭാസം ഉണ്ടാവാം. ഇത് സയൻറ്റിഫിക് റിപ്പോർട്ടാണ്. ആ സയൻറ്റിഫിക് റിപ്പോർട്ട് അനുസരിച്ച് അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കണ്ടേ? തീരപ്രദേശത്തൊരു മനുഷ്യ ജീവിതമില്ലേ? അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് കടൽ മണൽ ഖനനം. 68 മീറ്റർ തൊട്ട് 72 മീറ്റർ വരെ ആഴത്തിൽ മണ്ണെടുക്കാൻ പോവാം. എവിടെയാണ് ആദ്യം കൊടുത്തേക്കണമെന്നറിയാം? കൊല്ലം പരപ്പ്, കൊയിലോൺ ബാങ്ക് എന്ന് പറയും. കൊല്ലം പരപ്പിലെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ്, കണ്ടുപിടിച്ചേക്കാണ്. അതിനാണ് കൊല്ലം ബാങ്ക് എന്ന് പറയുന്നത്. കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന കൊല്ലം പരപ്പാണ്. ആ പരപ്പാണ് ആദ്യം മണ്ണെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ പുഴയിൽ നിന്ന് മണ്ണെടുക്കാൻ പഞ്ചായത്ത് അനുമതി കൊടുത്താൽ 100 ലോഡ് എടുക്കാൻ പറഞ്ഞാൽ 1000 ലോഡ് കൊണ്ടുപോകും. പിന്നെയാണ് 12 നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറത്ത് 68 മീറ്റർ എടുക്കാൻ പറഞ്ഞാൽ അവൻ 600 മീറ്റർ എടുക്കും താഴത്തേക്ക്. അത് കൊണ്ടുപോയാൽ മത്സ്യപ്രജനനം പൂർണ്ണമായി ഇല്ലാതാവും, മത്സ്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതിൻ്റെ മീതെ വേറെ സാധനം വന്നേക്കാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സംഭാവനയാണ്. കടൽ മണൽ ഖനന. അടുത്തത് വലിയ മത്സ്യബന്ധന യാനങ്ങൾ വരിക. മത്സ്യബന്ധന യാനങ്ങൾ അതിന് 175 കോടി രൂപ മുതൽ 50 കോടി രൂപ മുതൽ 150 കോടി രൂപ വരെയാണ് ആ വെസലിൻ്റെ വില. അതിൻ്റെ 50% സബ്സിഡി കൊടുക്കാൻ പോവുക ഗവൺമെൻറ്. എന്നിട്ട് കമ്പനികൾക്ക് മത്സ്യം പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കൊടുക്കുക. 24 മീറ്റർ താഴെയുള്ള വള്ളങ്ങളല്ലേ നമ്മുടെ ഇവിടെയുള്ള വള്ളങ്ങളാണ്. ആ വള്ളങ്ങൾ തന്നെ ഇപ്പോൾ വളരെ കൂടുതലുണ്ട്. ഇന്ത്യയുടെ തീരത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മത്സ്യസമ്പത്ത് പിടിക്കാൻ 1 ലക്ഷം വള്ളം മതി. ഇത് മാത്രം ഇപ്പം 3 ലക്ഷമുണ്ട്. അതായത് ആവശ്യമുള്ളതിൻ്റെ 3 ഇരട്ടി വള്ളം തന്നെ ഇപ്പം ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ മത്സ്യബന്ധന യാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന മത്സ്യ ലഭ്യത തീരെ ഇല്ലാതാവും. പട്ടിണിയിലേക്ക് പോകും. ഈ വള്ളങ്ങളൊന്നും പോയിട്ടൊരു കാര്യമില്ലാത്ത തരത്തിലേക്ക് പൂർണ്ണമായി പോകും. മാത്രമല്ല, ഈ ലോകത്ത് ഏറ്റവും നല്ല ഫിഷിംഗ് ഗ്രൗണ്ടുള്ള 15 ഫിഷിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് ലോകത്ത്. അതിൽ 2 ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലാണ് ഇതുവരെ ഈ മത്സ്യബന്ധന യാനങ്ങൾ വരാത്തത്. ബാക്കി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇത് വന്നതിൻ്റെ ദുരന്ത ഫലങ്ങളുടെ റിപ്പോർട്ടുകളുണ്ട്. ഒരുപാട് മത്സ്യങ്ങളുടെ വംശഹത്യ ലോകത്തുണ്ടായി. അറിയപ്പെടുന്ന മത്സ്യങ്ങൾ ഇല്ലാതായി ലോകത്ത് പലതും. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ ഒരുപാട് റെസ്ട്രിക്ഷനൊക്കെ കൊണ്ടുവരികയാണ്. അവർ റെസ്ട്രിക്ഷനൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ അബദ്ധം മനസ്സിലാക്കി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവിടെ ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് കൊണ്ടുവന്ന കൂടി ഇല്ലാതായി അപകടകരമായ നിലയിലേക്ക് ഇപ്പോഴുള്ള മത്സ്യ ലഭ്യത കൂടി ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് മുഴുവൻ പോകാൻ പോവുകയാണ്. വലിയ അപകടം നിറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ്.
സത്യത്തിൽ ഈ സുനാമിയുടെ കാരണം പോലും ഈ കടൽ മണൽ ഖനനമാണ്. ഇന്തോനേഷ്യക്ക് അടുത്തുള്ള ഒരു ഐലൻഡിൽ സിംഗപ്പൂരിലേക്ക് വേണ്ടി മണ്ണ് ഖനനം നടത്തിയതാണ്. ആ ഐലൻഡ് ഇല്ലാതായി. സുനാമി ഒറിജിനേറ്റ് ചെയ്ത് തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് പറഞ്ഞു. പിന്നീട് ഇന്തോനേഷ്യ തന്നെ അത് വിലക്കി. ഇനി മണ്ണെടുക്കൽ പരിപാടി, കടൽ മണൽ ഖനനം നിർത്തി. 2003 അവർ നിർത്തിയതാണ്. നമ്മളിപ്പോൾ അത് തുടങ്ങാൻ പോവുകയാണ്. ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണമായി മാറും. ഇപ്പം തന്നെ ദുരിതമാണ്, ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക് ദുരിതമായി മാറാൻ പോവാണ്. വളരെ ഗൗരവതരമായ വിഷയമാണ്. ഞാൻ തീര ഭൂസംരക്ഷണ വേദിയുടെ പ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഗൗരവത്തോടു കൂടിയ ഈ വിഷയമാണ് എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളൊരു തീരദേശ യാത്ര ഞാൻ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിലമ്പൂർ അത് മാറ്റിവെക്കേണ്ടി വന്നത്. കാരണം രാഷ്ട്രീയ യാത്ര അല്ലാതെ അത് ഈ വിഷയം ഫോക്കസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വിഷയങ്ങൾ മുഴുവൻ ഫോക്കസിൽ കൊണ്ടുവന്ന് ഇരു ഗവൺമെൻറ്റുകളെ കൊണ്ടും നടപടിയെടുപ്പിക്കുക, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഗൗരവതരമായ നടപടികളെടുക്കുക. നമുക്ക് ഒരുപാട് പ്രതിരോധ നടപടികൾ ലോകത്തെല്ലായിടത്തും സ്വീകരിച്ചു തുടങ്ങി. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഈ മത്സ്യത്തൊഴിലാളികളെയും തീരപ്രദേശത്തെ ജനങ്ങളെയും വിധിക്ക് വിട്ടുകൊടുക്കുക എന്നാണ് ഇപ്പോഴത്തെ നയം. കടലെടുത്ത് പോയാൽ ഓക്കെ, കടലെടുത്ത് പോവുക അല്ലേ. നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ടാണ് വലിയ തുറയിലെ 450 കുടുംബങ്ങൾ സിമൻറ്റ് ഗോഡൗണിലാണ് കിടന്നിരുന്നത്. ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടാണ് നിയമസഭയ്ക്കകത്തൊക്കെ പോയി ഭയങ്കരമായ ബഹളം ഉണ്ടാക്കിയിട്ടാണ് അവരെ ഇപ്പോൾ പുനരധിവാസം നടത്തിയത്. ഞാനൊരു ക്രിസ്മസ് ആഘോഷിച്ചത് ഞങ്ങളെല്ലാവരും പോയിട്ട് അവിടെ പോയിട്ടാണ് ആഘോഷിച്ചത്. കാരണം ആ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഒരു സിമൻറ്റ് ഗോഡൗണിൽ കിടക്കുകയാണ്, തലയാഴ്ച പ്രസവിച്ച കുഞ്ഞു വരെയുണ്ട്, തളർന്നു കിടക്കുന്ന ആളുണ്ട്, പെൺകുട്ടികളുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ കാര്യം നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ ഒരു അമ്മൂമ്മ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് നിയമസഭയിൽ പറഞ്ഞ കൊച്ചാണ് എന്ന് പറഞ്ഞു. അവർക്കൊക്കെ റീഹാബിലിറ്റേഷൻ ഇപ്പോൾ കിട്ടി. പക്ഷെ ഇത് വ്യാപകമായി നടക്കുകയാണ് കേരളം മുഴുവൻ. ഞാൻ 17 സ്ഥലങ്ങളിൽ തീരപ്രദേശത്ത് പോയതാണ്. എല്ലായിടത്തും പ്രശ്നമാണ്. പൂവാറിലും വിഴിഞ്ഞത്തും എല്ലാ സ്ഥലങ്ങളിലും വലിയ തുറയിലും കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പോയി. കഴക്കൂട്ടത്ത് കുറേ സ്ഥലങ്ങളിൽ പോയി. പള്ളിത്തുറയിൽ പോയി, അതുപോലെ മുനമ്പത്ത് പോയി, ചെല്ലാനത്ത് പോയി. ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളാണ്. നമുക്കിതൊക്കെ പരിഹാരം ഉണ്ടാക്കണം. ഞാൻ ഉറപ്പായിട്ടും ഈ വിഷയം ഞങ്ങളൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്, ഒന്നാമത്തെ പരിഗണന കൊടുത്തിരിക്കുന്ന വിഷയമാണ് തീരദേശത്തെ പ്രശ്നം. തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ സെമിനാർ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.